ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ കർക്കിടക ഫേസ് പാക്ക് വൈകിട്ട് കുറേ പേര് എന്താണ് അയക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, 2 ആഴ്ച മുൻപ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സും നമ്മുടെ ഡ്രസ്സുകളും ഉണ്ട് സെയിലിന്. അപ്പം ഇപ്പോൾ ദാ നമ്മുടെ ലേഹ്യം ഈ കോസ്മെറ്റിക്സ് ഒരുപാട് പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെ ചോദിച്ചു. അപ്പോൾ എനിക്ക് നോ പറയാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ലേഹ്യം അതുപോലെ ബയോട്ടിമിക്സും ഒക്കെ സെയിലിന് ഇപ്പം ചോദിക്കുന്നത് കൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ തിരക്ക് വന്നു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് മറ്റേ ഉണക്കക്കുറവ് വന്നു. കർക്കിടക പാക്ക് കുറേ പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഷോർട്ടേജ് വന്നപ്പം കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി എടുത്തിട്ട്, അവർക്കാണ് ഇപ്പോൾ ലേറ്റായി നിൽക്കുന്നത്, കുറച്ച് ക്വാണ്ടിറ്റിയും കൂടി എടുത്തിട്ട് ഞാൻ ഉണക്കി പൊടിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. നിങ്ങൾ കണ്ടല്ലോ, എല്ലാം കൂടി ഒരു മിക്സിങ് ആയിട്ടുള്ളൊരു പാക്കാണ് നമുക്ക്. കാരണം ഒരു ദിവസം തന്നെ നമുക്ക് ഡ്രസ്സും ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സ് ഉണ്ടാവും. കോസ്മെറ്റിക്സിൽ നിങ്ങൾക്കറിയാം, ഫേസ് പാക്കും ഉണ്ടാവും, ഇതുപോലെ ഓയിൽസ് തൈലം ഉണ്ടാവും, അതുപോലെ ക്രീം കാര്യങ്ങൾ, അങ്ങനെ എല്ലാം നമുക്ക് അറിയാം. അപ്പോൾ അതേപോലെ തിരക്കുള്ളത് കൊണ്ടാണ്, എല്ലാം തിരക്ക് ഒന്നിച്ച് വന്നതുകൊണ്ടാണ് വൈകിയത്. അത് മാത്രമല്ല, ഷോർട്ടേജ് വന്നു, വീണ്ടും ഉണക്കേണ്ടിയും പൊടിക്കേണ്ടിയും വന്നു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ വീക്കിൽ തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തും. അപ്പോൾ നിങ്ങൾ കർക്കിടക പാക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ്, നല്ല റിസൾട്ടാണ്, നല്ല ഫീഡ്ബാക്കാണ് കേട്ടോ. ഇപ്പോൾ ലേഹ്യമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരാൾക്ക് കൊടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ കോസ്മെറ്റിക്സ് തന്നെ 4-5 പ്രോഡക്റ്റുകൾ ഒന്നിച്ച് ഒരു ഓർഡർ ചെയ്തപ്പോൾ ലേഹ്യം കൂടി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ നോ പറയാനായിട്ട് പറ്റിയില്ല. പക്ഷെ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടി. പക്ഷേ എനിക്കത് ഓക്കെ ആയിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ മറ്റുള്ളവർക്കാണെങ്കിൽ സെയിലിന് കൊടുക്കത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ സെയിലിന് ലേഹ്യം ഇല്ല. ബയോട്ടിമിക്സ് തരാം, കുഴപ്പമില്ല. കാരണം ഞാൻ പൊടിയല്ല കൊടുക്കുന്നത്, റോസ്റ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ കർക്കിടക പാക്കിലത്തെ നവര അരി കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് താമസിച്ച് ഞാൻ അയക്കാനായിട്ട് കാരണം എന്താണെന്നറിയോ, നമുക്കുള്ള സ്റ്റോക്ക് തികയാതെ പിന്നെ നമ്മൾ കുറച്ചും കൂടി ഉണക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമുക്ക് ഉണക്കം ശരിയാവാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ സോറി പറയുന്നു, കാരണം പറഞ്ഞ ഡേറ്റിന് എത്തിക്കാൻ പറ്റിയില്ല. പക്ഷെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും കൂടി ഉണങ്ങണം, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇത് നമ്മുടെ കോലർക്ക് കേട്ടോ. കോലർക്ക് കാണാത്തവർ, ചിലത് ഇങ്ങനെയൊന്നല്ല കിട്ടുക, നമ്മൾ നല്ല വലിയ വലിയ കട്ടിയായിട്ടാണ് കിട്ടുക ചിലത്. ഇതിൻ്റെ ഉള്ളിലത്തെ കണ്ട ഇതൊന്നും ഇങ്ങനെയൊന്നല്ല. ഇതിപ്പോൾ കഴുകി വെച്ചിട്ടുള്ളൂ. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കളയണം. ഇതിന് നടുക്കിൽ കാണുന്നത് കൊണ്ടോ, ഇത് നമ്മുടെ സ്റ്റിക്കാണ്. പണ്ടത്തെ കുറേ വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതൊരു മരമാണ്. മരത്തുമ്മ ഒരു ജീവി ഇൻസെക്റ്റ്, ഷഡ്പദത്തിൻ്റെ ഒരു തരം ഷഡ്പദം, അത് അവശേഷിപ്പിക്കുന്ന ഒരു അരക്കാണ് ഈ സംഭവം. അപ്പോൾ അത് മരത്തുമ്മ വന്നിരുന്നത് അരക്ക അവിടെ ഇങ്ങനെ വരുമ്പോൾ ആ മരത്തിൻ്റെ അവിടെ നിന്ന് നമ്മളത് കളക്ട് ചെയ്യും. നമ്മളല്ല, മാനുഫാക്ചേഴ്സ് കളക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റിക്ക് അതുമ്മ വരുന്നതാണ് കേട്ടോ. മരം അതാണ്. അപ്പോൾ നിങ്ങളിത് ഡയറക്റ്റായിട്ട് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണത്, ഇത് കളയണം. ഇത് കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പിന്നെ മുഖത്ത് പരട്ടുമ്പോൾ ആ മരത്തിൻ്റെ ചീളാണ്. അപ്പോൾ നമ്മുടെ മുഖത്ത് എന്തുണ്ടാവും, മറ്റേ സ്ക്രാച്ചസ് വീഴുണ്ടല്ലോ, അതുണ്ടാവില്ലേ, അത് മരമാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഇതിന് ആവശ്യമില്ലാതൊക്കെ കളയാനുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ 3-4-5 പ്രാവശ്യം നന്നായി കഴുകിയിട്ട് ഉണക്കാൻ വെക്കുന്നതാണ്. അതിന് ശേഷം പൊടിച്ചിട്ട് ഇത് മിക്സ് ചെയ്യും. പിന്നെ കർക്കിടക പാക്കിൽ നമ്മൾ വേറെ 2 ഐറ്റംസും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്, ചന്ദനവും പിന്നെ കസ്തൂരിയും കൂടി. പിന്നെ ഇത് കോലർക്ക് അവരുടെ പാക്ക്, 2 കൂടിയുള്ള പാക്ക് മാത്രം എന്ന് പറഞ്ഞവർക്കാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒന്ന് ക്ഷമിക്കണേ. ഓക്കെ, ബൈ.